Hello, Namaskaram. എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേർണിനോ. സോ നമുക്ക് 23rd March 2024 കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഐശ്വര്യമായിട്ട് ഡിസ്കഷനിലോട്ട് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Recently, Jal Shakti Ministry has signed an agreement with 12 technical education institutions for basin management of how many rivers? Recently, Jal Shakti Ministry has signed an agreement with 12 technical education institutions for basin management of how many rivers? Options are option A 5 rivers, option B 6, option C 7 and option D 4. Answer is option B 6 rivers. Okay, so Jal Shakti Ministry has partnered with 12 technical education institutions to collaborate on academic and research initiatives for basin management of 6 rivers. So 12 technical education institutions 6 റിവേഴ്സുമായിട്ടുള്ള ഒരു ജൽശക്തി മിനിസ്ട്രി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ദ അക്കാഡമിക് ആൻഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ്സ് ഫോർ ബേസിൻ മാനേജ്മെൻറ്റ് ഓഫ് 6 റിവേഴ്സ്. ഏതൊക്കെയാണ് 6 റിവേഴ്സ്? നർമ്മദ, ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി ആൻഡ് പെരിയാർ. ഓക്കെ, നമ്മളിത് റിലേറ്റ് ചെയ്തിട്ട് ഒരു കറണ്ട് അഫെയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? നമ്മുടെ കേരളത്തിൽ കൂടെ ഒഴുകുന്ന ഏത് നദിയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പെരിയാർ ആയിരുന്നു നമ്മളതിൻ്റെ ആൻസർ ആയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. നർമ്മദ, ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി ആൻഡ് പെരിയാർ. ഇത്രയും നദികളുമായിട്ട് 6 റിവേഴ്സിൻ്റെ അക്കാഡമിക് ആൻഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ്സ് ഫോർ ബേസിൻ മാനേജ്മെൻറ്റുമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൊളാബറേറ്റ് വിത്ത് ജൽശക്തി മിനിസ്ട്രി. സോ മിനിസ്റ്റർ Gajendra Singh Shekhawat highlighted successful efforts in cleaning the Ganga, earning UNESCO recognition for the Namami Ganga mission. Okay, emphasizing river conservation as a mass movement, Prime Minister Narendra Modi's Artha Ganga principle links it to livelihood, urging increased interstate cooperation. Okay, so ഓർത്ത് വയ്ക്കുക 12 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് then Jal Shakti Ministry and collaborate for the 6 rivers academic and research initiatives for basic management. Then second question, Barberton Greenstone Belt recently seen in the news is located in which country? Options are option A Western Australia, option B Canada, option C South Africa and option D Russia. Barberton Greenstone Belt is located in എവിടെയാണ്? ഓപ്ഷൻ സി സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലാണ് ബാർബട്ടൺ ഗ്രീൻസ്റ്റോൺ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽസ് ആർ കേപ്പ് ടൗൺ, പ്രെറ്റോറിയ, ബ്ലൂം ഫോണ്ടീൻ. പ്രസിഡന്റ് ഈസ് സിറിൽ രാമഫോസ. കറൻസി ഈസ് സൗത്ത് ആഫ്രിക്കൻ റണ്ട്. ഓക്കെ, ക്യാപിറ്റൽസ് 3 ക്യാപിറ്റൽസ് കേപ്പ് ടൗൺ, പ്രെറ്റോറിയ, ബ്ലൂം ഫോണ്ടീൻ. President is Cyril Ramaphosa and currency is South African rand. So, scientists recently discovered early earthquake evidence in South Africa's Barberton Greenstone Belt, located on the eastern edge of the Kaapvaal Craton, known for gold mineralization and unique comatites. It boasts some of Earth's oldest rocks, over 3.6 billion years old, with traces of ancient life. The Makonjwa Mountains, constituting 40% of the belt, feature rocks dating back 3.2 to 3.6 billion years. Ultramafic rocks found here are rich in magnesium and iron. So, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് ഏർലി എർത്ത് എവിഡൻസ് ഇൻ സൗത്ത് ആഫ്രിക്കാസ് ബാർബട്ടൺ ഗ്രീൻസ്റ്റോൺ ബെൽറ്റ്, ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റേൺ എഡ്ജ് ഓഫ് കാപ്വാൽ ക്രാട്ടൺ. ഓക്കെ, ഈ ഒരു ബാർബട്ടൺ ഗ്രീൻസ്റ്റോൺ ബെൽറ്റ് ഇസ് നോൺ ഫോർ ഗോൾഡ് മിനറലൈസേഷൻ ആൻഡ് യൂണീക്ക് കൊമാറ്റിറ്റീസ് എന്നോർത്ത് വയ്ക്കുക. ഓക്കെ, ആൻഡ് സൗത്ത് ആഫ്രിക്കയിലാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബാർബട്ടൺ ഗ്രീൻസ്റ്റോൺ ബെൽറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എർത്ത് എവിഡൻസ്, ഏർലി എർത്ത് എവിഡൻസ് ഡിസ്കവേർഡ് ബൈ സയൻറ്റിസ്റ്റ്, സം ഓഫ് ദ സയൻറ്റിസ്റ്റ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ തേർഡ് സമ്മിറ്റ് ഫോർ ഡെമോക്രസി? തേർഡ് സമ്മിറ്റ് ഫോർ ഡെമോക്രസി ഹോസ്റ്റ് ചെയ്തത് ഏത് കൺട്രിയാണ്?
Options: option A, Vietnam, option B, South Korea, option C, India, and option D, Germany. The answer is option B, South Korea. So, South Korea കുറിച്ച് പറയുകയാണെങ്കിൽ capital and the largest city is Seoul. Seoul ആണ് capital of South Korea. President is Yoon Suk Yeol and currency is Korean Republic Won. Seoul is the capital of South Korea. President is Yoon Suk Yeol. Currency is Korean Republic Won. Okay. ഇനി അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സൗത്ത് കൊറിയ ഹോസ്റ്റഡ് ദ തേർഡ് സമ്മിറ്റ് ഫോർ ഡെമോക്രസി ഇൻ സിയോൾ ഫ്രം 18 to 20 March 2024. Initiated by President Joe Biden in 2021 to combat authoritarianism and uphold human rights. Then South Korean President Yoon Suk Yeol and US Secretary of State Antony Blinken opened the summit. Previously, the first was held virtually in 2021. First നടന്നതെന്ന് പറഞ്ഞില്ലേ, ജോ ബിദൻ ഇനോഗ്രേറ്റ് ചെയ്തു, ഇനീഷ്യേറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. സോ അത് വെർച്വലിയാണ് നടന്നത് വിത്ത് ഓവർ 100 countries attending, and the second in 2023 co-hosted with multiple nations in virtual mode with 121 world leaders invited. സോ ഇത്തവണത്തെ 2024 ഹോസ്റ്റ് ചെയ്യുന്നത് സൗത്ത് കൊറിയ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. റൈറ്റ്. ഇനി തേർഡ് സമ്മിറ്റ് ഫോർ ഡെമോക്രസി എവിടെ വെച്ചിട്ടാണ് നടന്നത്? സൗത്ത് കൊറിയ സിയോളിൽ വെച്ചിട്ടാണ് നടന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. ആൻഡ് South Korean President Yoon Suk Yeol and US Secretary of State Antony Blinken opened the summit. Clear? Ini fourth question. What is Brusatoa ISRO? Recently seen in the news. Brusatoa ISRO എന്താണ്? ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ, plant disease. ഓപ്ഷൻ ബി, new species of spider. ഓപ്ഷൻ സി, new species of deep sea isopod. ഓപ്ഷൻ ഡി, asteroid. And the answer is option C, new species of deep sea isopod ആണ് ഈ Brusatoa ISRO എന്ന് പറയുന്നത്. ഓക്കെ, റിസർച്ചേഴ്സ് നെയിംഡ് എ ന്യൂ സ്പീഷീസ് Brusatoa ISRO of deep sea isopod found off the Kerala coast after ISRO. ഓക്കെ, ISROൻ്റെ പേരിൽ ISROനെ ഒരു ട്രിബ്യൂട്ട് പോലെ നെയിം ചെയ്തിരിക്കുന്നതാണ് Brusatoa ISRO എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഐസോപോഡ്, ന്യൂ സ്പീഷീസ് ഓഫ് ഡീപ്പ് സീ ഐസോപോഡിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ Brusatoa ISRO, a deep sea isopod founded off the കേരള കോസ്റ്റ് ആഫ്റ്റർ ISROൻ്റെ പേരിലാണ് ഈ ഒരു ഇത് ഇട്ടിരിക്കുന്നത്, ഈ ഒരു പേരിട്ടിരിക്കുന്നത് Brusatoa ISRO. സോ ഡിസ്കവേർഡ് നിയർ കൊല്ലം, കേരള. ദിസ് ടൈനി ഫിഷ് പാരസിറ്റിക് crustacean lives in the gill cavity of the Spinijau greeniae. So it's the second species of its genus found in India, named in tribute to ISRO space missions. Females reach 19 mm length and 6 mm width, larger than males. Isopods, a diverse order of invertebrates, includes around 10,000 species inhabiting various environments worldwide. So Brusatoa ISRO is related to endana. It is a deep sea a new species of deep sea isopods ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കേരളം കൊല്ലത്ത് വെച്ചിട്ടാണ് researchers discovered this. Okay, ഇനി fifth question. Recently, India's first indigenously made 1500 horsepower HP 1500 HP engine for main battle tanks was test fired at which place? Recently, India's first indigenously made 1500 horsepower engine for main battle tanks was test fired at which place? Options are option A, Jaipur, option B, Chennai, option C, Mysore, and option D, Hyderabad. And the answer is option C, Mysore. So India's first indigenously made 1500 horsepower HP engine for main battle tanks was test fired at BEML's engine division in Mysore. The test firing was presided over the Defense Ministry, Giridhar Aramane, who said it marks a new era in the country's defense capabilities. The engine also represents landmark advancements in military propulsion system with cutting-edge features. So BEML's engine division Mysore വെച്ചിട്ടാണ് ഈ ഒരു India's first indigenously made 1500 HP engine for main battle tank was test fired. Clear? So sixth question.
Which countries' lawmakers recently passed a new national security law that gives government more power to curb dissent, treason, and insurrection? Okay, which countries' lawmakers recently passed a new national security law that gives government more power to curb dissent, treason, and insurrection? Options are option A, Hong Kong, option B, Iran, option C, Vietnam, option D, Egypt. Answer is option A, Hong Kong. So Hong Kong recently passed a new national security law that expands government powers to suppress dissent and imposes life sentences for treason and insurrection. The law also includes life sentences for sabotage and colluding with foreign forces. The law is seen as the latest step in a political crackdown that began in 2019 with democracy protest. In 2020, Beijing imposed a national security law that gave it broad new powers to punish critics and silence dissenters. ഈ ട്രെസൺ എന്ന് പറയുന്നത് രാജ്യദ്രോഹം, ഇൻസറക്ഷൻ എന്നൊക്കെ പറയുന്നത് കലാപം എന്നൊക്കെയാണ് അർത്ഥം. സോ ഹോങ്കോങ് ആണ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂ നാഷണൽ സെക്യൂരിറ്റി ലോ പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഗിവ്സ് ഗവൺമെൻറ് മോർ പവർ ടു curb dissent, treason and insurrection. സോ ഈ തരത്തിൽ രാജ്യദ്രോഹവും കലാപമൊക്കെ നടക്കുന്നവർക്ക് കൂടുതൽ പണിഷ്മെൻറ്റ്സ് കൊടുക്കാനുള്ള പുതിയൊരു ന്യൂ നാഷണൽ സെക്യൂരിറ്റി ലോ ഇറക്കിയ പുതിയതായിട്ട് ഇപ്പോൾ ഇറക്കിയ കൺട്രി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഹോങ്കോങ് ആണ്. അപ്പോൾ 2020 ബീജിംഗ് ഓൾസോ ഇമ്പോസ്ഡ് എ നാഷണൽ സെക്യൂരിറ്റി ലോ ദാറ്റ് ഗേവ് ഇറ്റ് ബ്രോഡ് ന്യൂ പവേഴ്സ് ടു പണിഷ് ക്രിട്ടിക്സ് ആൻഡ് സൈലൻസ് ഡിസെൻറ്റേഴ്സ്. ഓക്കെ, സോ ഇപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂ നാഷണൽ സെക്യൂരിറ്റി ലോ ദാറ്റ് എക്സ്പാൻഡ്സ് ഗവൺമെൻറ് പവേഴ്സ് ടു സപ്രസ് ഡിസെൻറ്റ് ആൻഡ് ഇമ്പോസസ് ലൈഫ് സെൻറ്റൻസസ് ഫോർ ട്രെസൺ ആൻഡ് ഇൻസറക്ഷൻ പാസ് ചെയ്തിട്ടുള്ള കൺട്രി ഏതാണ്? ഹോങ്കോങ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ 7th question. Recently, which 2-star cluster have been discovered in space by European space agencies Gaia Space Telescope? ഓക്കെ, ഗയ സ്പേസ് ടെലസ്കോപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിൻ്റെ ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. അത് മേ ബി ഒരു ക്വസ്റ്റനായി ചോദിക്കാം. റീസെൻ്റ്ലി വിച്ച് 2-star clusters, 2 സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഡിസ്കവർ ചെയ്തു ബൈ ദ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ സ്പേസ് ടെലസ്കോപ്പ്. അതിൻ്റെ പേരെന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ആദിത്യ ആൻഡ് വിക്രം, ഓപ്ഷൻ ബി അജയ് ആൻഡ് പുഷ്പ്, ഓപ്ഷൻ സി ശിവ ആൻഡ് ശക്തി, ഓപ്ഷൻ ഡി ധ്രുവ് ആൻഡ് ഗംഗ. ആൻസർ ഇസ് ഓപ്ഷൻ സി ശിവ ആൻഡ് ശക്തി. സോ ഈ യൂറോപ്യൻ സ്പേസ് ഏജൻസിൻ്റെ ഗയ സ്പേസ് ടെലസ്കോപ്പിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് ഗയ ടെലസ്കോപ്പ് uncovered ancient star streams, Shiva and Shakti shedding light on galaxy origins. These structures formed 12 billion years ago, influenced Milky Way formation. Shakti stars orbit farther from the galactic center in circular paths, unlike Shiva. Named after Hindu deities, they symbolize universal creation. Gaia, launched in 2013, maps the Milky Way by analyzing data from over a decade, measuring stars' position, distance and speed. So Gaia എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസി 2013 ലോഞ്ച് ചെയ്തു. 10 വർഷം എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു സ്റ്റാർസിനെ, മെഷറിങ് സ്റ്റാർസ് പൊസിഷൻ, ഡിസ്റ്റൻസസ് ആൻഡ് സ്പീഡ്സ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ശിവ ആൻഡ് ശക്തി എന്നുള്ളൊരു 2-star ക്ലസ്റ്റേഴ്സിനെ ഫൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദീസ് സ്ട്രക്ചേഴ്സ് ഫോം 12 billion years ago, ഇൻഫ്ലുവൻസ്ഡ് മിൽക്കി വേ ഫോർമേഷൻ. ക്ലിയർ? ശിവ ആൻഡ് ശക്തി എന്നാണ് പേര്. ഹിന്ദു ഡയറ്റീസിൻ്റെ സിമ്പിൾ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ദേ സിംബലൈസ് യൂണിവേഴ്സൽ ക്രിയേഷൻ. ക്ലിയർ? സോ 8th question. Recently, the government has approved inclusion of which crops under its Price Stabilization Fund? PSF, full form Price Stabilization Fund. Recently, the government has approved inclusion of ഏതൊക്കെ crops ആണ് under its Price Stabilization Fund? Options are option A cotton and coffee, option B wheat and rice, option C jute and tea, option D pulses and barley. Answer is option B wheat and rice. So the government has recently included wheat and rice in the Price Stabilization Fund, PSF, established in 2014-15 under Department of Agriculture, Cooperation and Farmer Welfare, DAC and FW. It was transferred to DOCA in 2016, managed centrally by PSFMC.
it regulates proposals from state governments and central agencies. SFAC maintain it as a central corpus fund. So the fund aims to stabilize prices of selected commodities by distributing or procuring them, primarily used to counter high or low prices. So price stabilization ഫണ്ടിലേക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തത് ഇന്ത്യൻ ഗവൺമെൻറ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ട് ക്രോപ്പിൻ്റെ പേരെന്താണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ, വീറ്റ് ആൻഡ് റൈസ്. ഓക്കെ, so 9th question, recently which country is planning to acquire two Dornier 228 craft manufactured by HAL India? Recently, which country is planning to acquire two Dornier 228 craft manufactured by HAL HAL? Okay, India. Options are option A, Iran, option B, Indonesia, option C, Sudan, and option D, Guyana. Answer is option D, Guyana. Okay, so Guyana's defense force has agreed to buy two Dornier 228 aircraft from Hindustan Aeronautics Limited HAL in India. Okay, Hindustan Aeronautics ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള രണ്ട് ഡോർണിയർ 228 എയർക്രാഫ്റ്റ്സ് റീസെൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ പോകുന്ന ആരാണ്? ഗുയാനാസ് ഡിഫൻസ് ഫോഴ്സ്. ഗുയാന എന്നുള്ള കൺട്രിയാണ് വാങ്ങിക്കാൻ പോകുന്നത്. ദ ട്വിൻ എൻജിൻ ടർബോ പ്രോപ്പ് എയർക്രാഫ്റ്റ് ഈസ് ഡിസൈൻ ഫോർ മാരിടൈം പാട്രോൾ ആൻഡ് ഈസ് ഹൈലി വേഴ്സറ്റൈൽ. ദ എയർക്രാഫ്റ്റ് വിൽ ബി equipped with advanced equipment such as glass cockpit, maritime patrol radar, electro-optic infrared device and mission management system. The contract with HAL is worth rupees 458.87 crore. Okay, so എത്ര രൂപയ്ക്കാണ്? rupees 458.87 crore-നാണ് HAL നിന്ന് ഗുയാന ഡിഫൻസ് ഫോഴ്സ്, ഗുയാന എന്നുള്ള കൺട്രി ഈ ഒരു ട്വിൻ എൻജിൻ ടർബോ പ്രോപ്പ് എയർക്രാഫ്റ്റ് ഡോർണിയർ 228 സെറ്റ് വാങ്ങിക്കാൻ പോകുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് അത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. സോ HALനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ പബ്ലിക് സെക്ടർ കമ്പനി. ഓക്കെ, എയറോസ്പേസ് ഡിഫൻസ് ഇൻഡസ്ട്രിയാണ്. ഫോംഡ് ഓൺ 22 December 1940. ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ ബാംഗ്ലൂർ, കർണാടക. ആൻഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ CB അനന്തകൃഷ്ണൻ. Okay, chairman and MD is CB Anandakrishnan. Okay, headquarters Bangalore, Karnataka. ഓർത്ത് വയ്ക്കുക. HAL, HAL, Hindustan Aeronautics Limited. Okay, so Aeronautics Limited. So 10th question, ethanol 100 fuel recently launched by Petroleum Ministry is currently accessible in how many states? Ethanol 100 fuel recently launched by Petroleum Ministry is currently accessible in how many states? Options are option A 3, option B 4, option C 5 and option D 7 states. Answer is option C 5 states. Ethanol 100 fuel എന്നുള്ളൊരു പെട്രോളിയം മിനിസ്ട്രി റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തത് is currently accessible in എത്ര സ്റ്റേറ്റ്സ് ആണ്? 5 states. Union Minister Sri Hardeep Singh Puri launched Ethanol 100, a groundbreaking automotive fuel at Indian Oil's retail outlet in Delhi. Okay, ethanol 100 എന്നുള്ളത് a groundbreaking automotive fuel at Indian Oil's retail outlet in Delhi. So this ethanol based fuel will be available in 183 outlets across Maharashtra, Karnataka, Uttar Pradesh, New Delhi and Tamil Nadu. Secretary Sri Pankaj Jain and Indian Oil Chairman Srikanth Madhav Vaidya also attended this, and Minister Puri emphasized ethanol 100's role in reducing fossil fuel dependence, aligning with the Prime Minister's vision of energy transformation. So ethanol 100 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 183 outlets across Maharashtra, Karnataka, Uttar Pradesh, New Delhi and Tamil Nadu ഉണ്ട്. ഓക്കെ, സോ ടോട്ടലായിട്ട് എത്ര സ്റ്റേറ്റ്സിലാണ്? 5 സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ്, ന്യൂഡൽഹി ആൻഡ് തമിഴ്നാടു. 183 ഔട്ട്ലെറ്റ്സ്. ഓക്കെ, സോ എത്തനോൾ 100 ആണ് പേര് എന്ന് ഓർത്ത് വയ്ക്കുക. റൈറ്റ്, സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ, CM നെയിം, ഗവർണർ നെയിം എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കുറേ സ്റ്റേറ്റ്സിൻ്റെ CM മാറിയിട്ടുണ്ട്. സോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. പഴയ CM പഠിച്ചിട്ട് പോകരുത്. റൈറ്റ്, സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.